ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അടിപൊളിയായിട്ട് പോകുന്നു. കാരണം ഞാനിപ്പോൾ ലീവിലാണ് കേട്ടോ. ഒരാഴ്ച ലീവാണ് എനിക്ക്. നാളെ കഴിയും. നാളെ എനിക്ക് തിരിച്ചു പോകണം. കാരണം മറ്റന്നാൾ തൊട്ട് എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു റബ്ബറും തോട്ടത്തിൽ വന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടൊന്നും എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അധികം വെട്ടമില്ല. ഇവിടെയും അധികം ലൈറ്റിംഗ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഓർത്തു എന്തോ ആവട്ടെ, കുഴപ്പമില്ല എന്ന് ഓർത്തു. ഇപ്പം ഞാനുള്ളത് എൻ്റെ അച്ഛൻ്റെ നാട്ടിലാണ് കേട്ടോ. ഞാൻ അമ്മയുടെ കൂടെയും അമ്മൂട്ടിയുടെ കൂടെയും വീഡിയോസ് ഇടുമ്പോൾ ഒത്തിരി കമൻസ് വരുന്നതാണ്. അച്ഛൻ എവിടെ, അച്ഛൻ പുറത്താണോ, അച്ഛൻ എവിടെ എന്നൊക്കെ കുറേ കമൻസ് വരാറുണ്ട്. അച്ഛൻ ശരിക്കും നാട്ടിൽ തന്നെ ഉണ്ട്. പണ്ട് അച്ഛൻ പുറത്തായിരുന്നു, ബട്ട് ദെൻ ഇപ്പം നാട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പം അച്ഛൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു കുഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ. മീൻസ് വലിയ ഹോട്ടലൊന്നുമല്ല, ചെറിയൊരു ഹോട്ടൽ. അതായത് അത്യാവശ്യമുള്ള ചായ, വട, പൊറോട്ട, പിന്നെ ഈ ചിക്കൻ കറി, അങ്ങനത്തെ അല്ലേ സാധാരണ ഒരു ഹോട്ടലുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം, എനിക്ക് എടുക്കാൻ പറ്റും. പിന്നെ അച്ഛനെ ഞാൻ അധികം വീഡിയോസിലൊന്നും കാണിക്കാത്തതെന്ന് വെച്ചാൽ അച്ഛൻ ഭയങ്കര തിരക്കില്ല. കാരണം രാവിലെ അച്ഛൻ കടയിൽ പോയാൽ പിന്നെ രാത്രി തിരിച്ചു വരുള്ളൂ. സോ എനിക്കങ്ങനെ അച്ഛനെ കിട്ടാറില്ല, എപ്പോഴും തിരക്കിലാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ അച്ഛനെ കാണിക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ അപ്പോഴും കിട്ടിയില്ല. പിന്നെ ഞാൻ കടയിൽ പോകാറുണ്ടെങ്കിലും അവിടെ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് അധികം എനിക്ക് വീഡിയോ എടുക്കാൻ അത്ര കംഫർട്ടബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ അധികം കാണിക്കാത്തത്. ഇന്ന് എന്തായാലും ഞാൻ ഈ വീഡിയോ വഴി അച്ഛനെ കാണിക്കും കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ. പണ്ടൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് തലയുടെ അപ്പുറത്തെ സൈഡിൽ അങ്ങനെ ഇരിക്കുന്നത്. പണ്ട് എല്ലാവരും പറയുമായിരുന്നു ഞാൻ അച്ഛനെ പോലെയാണ്. പക്ഷെ ഇപ്പം എൻ്റെ ഫേസ് അമ്മയുടെ മുഖം പോലെ ആയിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ചിരി ഒരേപോലെയാണ് കേട്ടോ. ഞങ്ങൾ ഒരേപോലെയാണ് ചിരിക്കാറ്. അച്ഛൻ്റെ കടയുടെ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ഫുള്ള് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കടയിൽ പോകുമ്പോൾ എപ്പോഴും കഴിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ വട. എനിക്ക് അവിടുത്തെ വട ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അടുത്ത തവണ പറ്റുമെങ്കിൽ ഫുൾ വീഡിയോ എടുക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട് മീൻസ് ഞങ്ങളുടെ കുടുംബ വീട്. അതായത് അമ്മൂമ്മയും അപ്പൂപ്പനും മാത്രമേ ഇവിടെ ഉള്ളൂ. അതായത് അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അച്ഛനും. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അച്ഛൻ്റെ അമ്മേനെ ജീവനാണ് എൻ്റെ അമ്മൂമ്മ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ന് വെക്കേഷന് വന്നാലും ഇവിടെ വന്നൊരു 2 ദിവസം നിൽക്കുകയാണ്, ഞാൻ പോവാറില്ല. കാരണം എനിക്ക് പക്ഷേ ഇവിടുത്തെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ വീടായാലും ചെറിയ വീടും സാധാരണ ഒരു രീതിയാണ് ഇവിടെ. അറ്റാച്ച്ഡ് ബാത്റൂം പോലും ഇല്ല ഈ വീട്ടിൽ. എന്നാൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ നിൽക്കാൻ ഇഷ്ടം ഇവിടെയാണ്. അമ്മൂമ്മ ഇപ്പോഴും ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മുടെ അടുപ്പിലാണ്. എന്നാൽ പോലും എനിക്ക് ഇവിടെ വന്ന് കുറച്ച് ചോറൊക്കെ തിന്ന് അമ്മൂമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് എത്ര തിരക്കാണെങ്കിലും ഞാൻ ലീവിന് വരുമ്പോൾ അമ്മൂമ്മയുടെ കൂടെ നിന്നിട്ടേ ഞാൻ പോകാറുള്ളൂ കേട്ടോ. അമ്മൂമ്മയ്ക്ക് പക്ഷേ ഇപ്പോൾ അമ്മൂമ്മ വയ്യാണ്ടായി ഇരിക്കുവാണ്. എന്നാൽ പോലും എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. അങ്ങനെ നിങ്ങൾ കാണാത്ത എൻ്റെ 2 അനിയന്മാരെ ഞാൻ കാണിച്ചു തരാം. വാ, ഇവിടെ ഇരി. ഇതാണ് കേട്ടോ എൻ്റെ ഒരു അനിയൻ. പേര് പറ. ഗണേഷ്. നിങ്ങൾ ഇതൊരു വീഡിയോസിൽ ഏതൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്വന്തം അനിയൻ. ഇനി ഒരാളും കൂടിയുണ്ട്, പിന്നെ ഒരു അനിയത്തിയും കൂടിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. പറയടാ, നിനക്ക് എന്താ പറയാനുള്ളത്? പറ. ഇവൻ്റെ സ്കൂളിൽ പിള്ളേരൊക്കെ ഇവനെ കളിയാക്കുന്നുണ്ട്. ഇവൻ സ്കൂളിൽ പോയിട്ട് ഞാൻ അവൻ്റെ ചേച്ചിയാന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ലെന്ന്. അല്ലേ? എന്താ വിശ്വസിക്കാത്ത? എടാ, ലുക്കിലൊക്കെ എന്തിരിക്കുന്നടാ. അമ്മമാരങ്ങനെ പറഞ്ഞു. ഇവൻ്റെ സ്കൂളിലെ പിള്ളേർ, അതായത് ഇവൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവന്മാരുടെ അടുത്ത് ഇവൻ പറയും ഇതെൻ്റെ ചേച്ചിയാന്നൊക്കെ പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല, അവർ ഇവനെ കളിയാക്കുമെന്ന്. ഇനി നീ വീഡിയോ കാണിച്ചു കൊടുക്കണം കേട്ടല്ലോ. ഇനി നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ നീ അപ്പം എന്നോട് പറയണം. ഇവനാണെങ്കിലും ഭയങ്കര ഒരു ഇൻസെക്യൂർഡാണ് കേട്ടോ. എന്താണ് അവൻ്റെ പ്രശ്നം അവൻ്റെ മുടി ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നതുകൊണ്ട് ഇവന് ഭയങ്കര പ്രശ്നമാണ്. സ്ട്രെയിറ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇവിടെ നല്ലൊരു മനസ്സുണ്ടായാൽ മതി. ലുക്കിലാണോ കാര്യം? നീ സുന്ദരനല്ലേ? ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ വരെ എല്ലാവരും പറയും നീ സുന്ദരനാണെന്ന്. ലൈവല്ല, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നീ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. നീ നല്ലതാ കാണാൻ, നല്ലതാ, സുന്ദരനാണ് നീ. ഗൈസ്, പിന്നെ ഇതാണ് എൻ്റെ വേറൊരു അനിയൻ. ഇവൻ്റെ പേരാണ് കാർത്തി. ഇവൻ 5ൽ പഠിക്കുന്നു. അമ്മൂട്ടിയുടെ പ്രായം കേട്ടോ ഇവനും. അപ്പം ഇതാണ് എൻ്റെ. നിങ്ങൾ ഇതുവരെ വീഡിയോസിലൊന്നും കണ്ടിട്ടില്ലല്ലേ? നിങ്ങൾ കാണിച്ചിട്ടില്ലല്ലോടാ. ഞാൻ ഒരു വീഡിയോയിൽ എന്തോ ഇവരുണ്ട്. അങ്ങനെ ഞാൻ ആക്ച്വലി ഞാൻ ലീവിന് എപ്പോഴും വരുമ്പോൾ ഇവിടെ വരാറുണ്ട് കേട്ടോ. കാരണം ഇവന്മാർക്ക് ഞാൻ വരുമ്പോഴാണ് ചാകര.
അല്ലേടാ? ഇന്നലെ ഞാൻ ഇവന്മാരെയും കൊണ്ട് വർക്കല പോയി ബീച്ചിൽ ഞങ്ങൾ അറുമാദിച്ചല്ലേ. അപ്പം ഞാൻ വരുമ്പോൾ ഇവന്മാർക്ക് ചാകരയാണ്, ചാകര. പറ, നിങ്ങൾ സംസാരിക്കും എന്തെങ്കിലുമൊക്കെ. അല്ലെങ്കിൽ ഭയങ്കര അടിയാണ് കേട്ടോ. രണ്ടുപേരും ഞങ്ങൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഇവനും ഞാനും പണ്ട്, അതായത് അക്കൂട്ടൻ, ഇവൻ അക്കു എന്നാട്ടോ വിളിക്കുന്നത്. ഇവന് അക്കു എന്ന് പേരിട്ടതേ ഞാനാണ്. അത് പണ്ട് എന്തോ ഇവൻ ജനിച്ച ടൈമിൽ ആരുടെയോ പേര് അക്കു ആയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നെ അക്കു എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇവൻ അക്കു എന്നാണ് വിളിക്കുന്നത്, ഇവനെ കാർത്തിന്ന്. അപ്പം അക്കൂട്ടനും ഞാനും പണ്ട്, ശബ്ദം ഉണ്ടാക്കല്ലേ, അക്കൂട്ടനും ഞാനും പണ്ട്, അതായത് അക്കു കുറച്ചും കൂടെ ചെറുതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര അടിയായിരുന്നു കേട്ടോ. ഞാൻ വെക്കേഷനോ ലീവിനോ ഒക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇവൻ എൻ്റെ ലിപ്സ്റ്റിക്ക് എടുത്ത് കളയുക, എൻ്റെ ഐലൈനർ എടുത്ത് ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് ഇവൻ ദൂരെ ഒളിപ്പിച്ച് വെക്കും, കിണറ്റി കൊണ്ടിടും. അപ്പോൾ ഇവന് ഞാനും ഭയങ്കര അടിയാണ്. അടി മീൻസ് മടലെടുത്ത് ഞാൻ ഇവന് കൊടുക്കും, ഇവൻ കലം എടുത്ത് എന്നെ അടിക്കും. അല്ലടാ, ഓർമ്മ ഉണ്ടോ നിനക്ക് വല്ല? ഭയങ്കര അടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ പക്ഷെ ഞങ്ങൾ കുറച്ച് വലുതായതുകൊണ്ട് വലിയ അടിയൊന്നുമില്ല. പക്ഷെ ഇവർ രണ്ടുപേരാണ് ഇപ്പം അടി. എന്തിനാ അടി വിടുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഇവൻ വിജയ് ഫാനും ഇവൻ അല്ലു അർജുൻ ഫാനും, അതും പറഞ്ഞാണ് ഇവിടെ അടി. ഇതൊക്കെയാണ് ഇവന്മാരുടെ കാരണം, അടി കൂടാനുള്ള കാരണം. ഇതാണ് കേട്ടോ അച്ഛൻ്റെ വീട്. ഇവിടെ അമ്മുമ്മയും അപ്പൂപ്പനും മാത്രമേ ഉള്ളൂ. ഈ വീടൊക്കെ ഇപ്പോൾ പഴയതായി, എല്ലാം പൊളിയാറായി. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ അമ്മുമ്മ. എൻ്റെ അമ്മുമ്മ എന്താ അന്തം വിട്ടിരിക്കുന്നത്? ഇതാണ് എൻ്റെ അമ്മുമ്മ, അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ ഇത്. അമ്മുമ്മ എന്തെങ്കിലും സംസാരിച്ചാണ്? ഇത് എൻ്റെ മോൻ്റെ മോളാണ്. പിന്നെ അവള് ഇപ്പം കൊച്ചിയിലാണ്. പിന്നെ അവള് പ്ലേനിലാണ് നമുക്ക് ഒരു പണി. പിന്നെ ഇപ്പം കുറച്ച് ദിവസം ലീവിന് ഇവിടെ വന്നു. അമ്മുമ്മ എന്നെ കുറിച്ച് 2 വാക്ക് പറഞ്ഞേ, കേക്കട്ടെ, ആൾക്കാരൊക്കെ കേക്കട്ടെ. ചിന്തു കൊച്ചിയിൽ എങ്ങനെയായിരുന്നൊക്കെ പറ. എന്നെ ചിന്തു എന്നാട്ടോ വിളിക്കുന്നത്. അമ്മ സംസാരിക്കും. കൊച്ചിലെ പഠിക്കാനൊക്കെ നല്ലതായിരുന്നു. ഇപ്പോഴും പഠിച്ച് അവളെ കഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ കൂട്ടുകൊണ്ടാണ് അവൾ ഈ നല്ല എത്തിയത്. ഞാൻ ആക്ച്വലി ഒരു 4 വയസ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. 4.5 വയസ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ നഴ്സറിയിലൊക്കെ, അപ്പം അംഗൻവാടിയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെയാണ് ഞങ്ങൾ ആന്ധ്രയിൽ പോയതല്ലേ. പിന്നെ ഞങ്ങൾ ഹൈദരാബാദിൽ പോയി. പിന്നെ ഞങ്ങൾ ഹൈദരാബാദിലായിരുന്നു പഠിച്ചതൊക്കെ. ഒരു 7th വരെ ഹൈദരാബാദിലായിരുന്നു. പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്നു. അങ്ങനെ 4 വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെക്കേഷനിൽ വന്നിട്ടുള്ളൂ. പിന്നെന്താണ് അമ്മൂമ്മ? പറ, എന്തെങ്കിലുമൊക്കെ പറ. നാളെ പോവും ഞാൻ. ഇനി എന്നാണ് ഞാൻ വരുന്നതെന്ന് തന്നെ അറിഞ്ഞൂടെ. കഴിഞ്ഞൊരു ഓണത്തിന് വന്നപ്പോൾ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഓണത്തിന് വന്നപ്പം 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പൂപ്പനുണ്ട് കേട്ടോ. അപ്പൂപ്പൻ താഴെ പോയി. അപ്പൂപ്പൻ തൊഴിലുറപ്പിന് പോവും. പിന്നെ വയലിലൊക്കെ പോയി പണിയെടുക്കും. ഇന്ന് അപ്പൂപ്പൻ വയലിലായിരുന്നല്ലേ ജോലി. മറ്റേ മരക്കമ്പ്, അത് നട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കണ്ടായിരുന്നു താഴെ വെച്ചിട്ട്. അമ്മ പറ അമ്മൂമ്മ. അമ്മൂമ്മയുടെ ഞാൻ പറയും സിന്ദൂരം പൊട്ടൊക്കെ ഇട്ട് സുന്ദരിയായിട്ടിരിക്കും. ഞാൻ എപ്പോൾ വന്നാലും അമ്മൂമ്മ ഒരുക്കി കൊടുക്കും. ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അമ്മൂമ്മ ഇങ്ങനെ നടക്കും. എത്ര നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിലും അമ്മൂമ്മ പഴയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുള്ളൂ. ഓണത്തിന് ഞാൻ എപ്പോൾ വരുമ്പോഴും അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടിടും. പക്ഷെ അമ്മൂമ്മ ഇടത്തില്ല, അതിങ്ങനെ പൂട്ടി ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. ആർക്കാണോ എന്തോ. ഞങ്ങളുടെ ഫേസ് ഒക്കെ പണ്ട് ഒരുപോലെ ആയിരുന്നു. ഇപ്പം ഞാൻ പക്ഷെ എൻ്റെ മുഖം മാറി. ഇപ്പം ഞാൻ അമ്മയുടെ മുഖമായി മാറിയല്ലേ എൻ്റെത്. കുറച്ചുകൂടെ ചെറുതിൽ അമ്മൂമ്മയുടെ സെയിം ഫേസ് ആയിരുന്നു എൻ്റെത്. ഇപ്പം പക്ഷെ അമ്മയുടെ മുഖമായി മാറി എൻ്റെത്. ഞാൻ താഴത്തെ വയലിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ഞാൻ എപ്പോൾ അവിടെ പോയാലും ഇതേപോലെ പാടത്തും വയലിലൊക്കെ ഈ പിള്ളേരുമായിട്ട് കളിച്ച് നടക്കും. അതാണ് അവിടെ പോയാൽ എൻ്റെ മെയിൻ പണി. നിൽക്കുന്നതാട്ടോ ഞങ്ങളുടെ അപ്പൂപ്പൻ, അതായത് അച്ഛൻ്റെ അച്ഛനാണ്. അവിടെ നിന്ന് എന്തോ ജോലി എടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പൂപ്പൻ ഭയങ്കര വർക്കഹോളിക്കാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് നടക്കും. ഇത് ഞങ്ങളുടെ അപ്പച്ചിയുടെ വീടാണ് കേട്ടോ. അപ്പച്ചിയുടെ വീട് കല്ലമ്പലത്താണ്. അപ്പച്ചിയുമായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ് അപ്പച്ചി. അപ്പച്ചി മീൻസ് എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററാണ്, എൻ്റെ അച്ഛൻ്റെ അനിയത്തിയാണ്. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് അപ്പച്ചിയുടെ മോളാണ് പൊന്നു. ഇനി ഒരാളും കൂടി ഉണ്ട്, മാളുവിൻ്റെ കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലാണ് ഇപ്പോൾ. ഗായ്സ്, നിങ്ങൾക്ക് ഉമിക്കിരി എന്താണെന്നറിയാം? ഞാൻ കുറേ നാളായിട്ട് ഉമിക്കിരി വെച്ച് പല്ലേച്ചിട്ട് അപ്പച്ചിയുടെ അവിടെ വന്നപ്പോൾ ഉമിക്കിരി വെച്ച് പല്ലയ്ക്കാന്ന് ഓർത്തു. ഇപ്പം ഞങ്ങൾ ഇറങ്ങും കേട്ടോ, തിരിച്ച് പോവാണ്. ഇപ്പം രാവിലെ തന്നെ അങ്ങ് പോവാന്ന് വിചാരിച്ചു. കാരണം ഇവന്മാർക്ക് ട്യൂഷൻ ഉണ്ടെങ്കിൽ ഇവന്മാർ പോവില്ല. ഞാൻ എപ്പോൾ വന്നാലും ഇവന്മാർ ട്യൂഷനൊന്നും പോകത്തില്ല.
എന്താ നിനക്കൊരു അവന് വയ്യ, അവന് എന്തോ ഒരു, എനിക്ക് എന്താ പ്രശ്നം പറ. അപ്പോൾ ദേ ഇത്രയൊക്കെ തന്നെയുള്ളൂ അച്ഛൻ്റെ നാട്ടിലെ വിശേഷങ്ങൾ. ദേ അമ്മൂമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ ഫാമിലിയിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മൂമ്മേനെയാണ്. എനിക്ക് അമ്മയുടെ ഫാമിലിയും അച്ഛൻ്റെ ഫാമിലിയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അച്ഛൻ്റെ ഫാമിലി ആട്ടോ കൂടുതൽ ഇഷ്ടം. പക്ഷേ അമ്മേനെയും അച്ഛനെയും കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഞാൻ കൂടുതലും അറ്റാച്ച്ഡ് അമ്മയുമായിട്ടാണ്. ഇപ്പം ചില അച്ഛന്മാർ ഈ സ്നേഹം പുറത്ത് കാണിക്കാത്ത അച്ഛന്മാരുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ എൻ്റെ അച്ഛൻ. പക്ഷേ അച്ഛൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്. ഞാനിനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നോക്കാം കേട്ടോ കൂടുതൽ അച്ഛനുമായിട്ട് വീഡിയോസ് ഇടാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.